നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയന്ത്രണം തെറ്റിയ പിക്കപ്പ് വാഹനം മതിലിലിടിച്ച് മറിഞ്ഞു. അതിഥി തൊഴിലാളി മരിച്ചു. സ്കൂട്ടറിന് തീപിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഹോട്ടലിലേക്ക് കാർ ഇടിച്ചു കയറി അപകടം. ഊരകം ശ്രീ വിനായക ഹോട്ടലിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. സിപിഐ ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിയാരം പൂവത്തിങ്കൽ ജംഗ്ഷനിൽ കൂട്ടധർണ നടത്തി. കല്ലേറ്റിങ്കര BVM ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന സാന്ത്വന ഭവനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ചാലക്കുടിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ പോട്ട താണിപ്പാറയിലെ ലിഫ്റ്റ് ഇറിഗേഷൻ നാടിന് സമർപ്പിച്ചു. ചാലക്കുടിയിൽ സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കൊടകരയിൽ പ്രകടനവും ധർണയും നടത്തി. കുറ്റിച്ചിറയിൽ യൂത്ത് കോൺഗ്രസും നാഷണൽ കോൺഗ്രസും പന്തം കത്തിച്ച് പ്രകടനം നടത്തി. പൂക്കോട് ഭഗവതികാവ് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൃക്കാർത്തിക മഹോത്സവം 2024 ഡിസംബർ 13 വെള്ളിയാഴ്ച ആഘോഷിക്കും. വിശദമായ വാർത്തയിലേക്ക്. നിയന്ത്രണം തെറ്റിയ പിക്കപ്പ് വാഹനം മതിലിലിടിച്ച് മറിഞ്ഞു. അതിഥി തൊഴിലാളി മരിച്ചു. അന്നമനട കല്ലൂരിൽ വെച്ച് ബുധനാഴ്ച രാവിലെ 6 മണിയോടെയാണ് അപകടം. പിക്കപ്പ് വാഹനത്തിൽ 10 പേരോളം ഉണ്ടായിരുന്നു. ആസാം സ്വദേശിയായ സദ്ദാമാണ് മരിച്ചത്. പരിക്കേറ്റ ബാക്കി 9 പേരെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അന്നമനടയിൽ PWDയുടെ കാന നിർമ്മാണം നടത്തുന്ന കോൺട്രാക്ടറുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ശക്തമായ ശബ്ദം കേട്ട് പരിസരവാസികളായ നാട്ടുകാർ ഓടിക്കൂടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ പരിക്കേറ്റവരെ ആംബുലൻസ് വിളിച്ച് ആശുപത്രികളിൽ എത്തിച്ചു. ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തിയ മാള പോലീസും നാട്ടുകാരും ചേർന്ന് ബാക്കിയുള്ളവരെ കൂടി ആശുപത്രികളിൽ എത്തിച്ചു. 3 പേരുടെ നില ഗുരുതരമാണെന്ന് അറിയുന്നു. പരിക്കേറ്റ എല്ലാവരും അതിഥി തൊഴിലാളികളാണ്. കൊട്ടേക്കാട് സ്കൂട്ടറിന് തീപിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പേരാമംഗലം സ്വദേശി 24 വയസ്സുള്ള വിഷ്ണു ആണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു മരണം സംഭവിച്ചത്. ഇന്നലെ രാത്രി 8:30യോടെ കൊട്ടേക്കാട് പള്ളിക്ക് മുന്നിൽ വച്ചായിരുന്നു സംഭവം. തൃശൂരിൽ നിന്നും മുണ്ടൂരിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു അപകടം. വിഷ്ണു സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ കൊട്ടേക്കാട് പള്ളിക്ക് മുന്നിലെ വളവിൽ വെച്ച് നിരങ്ങി മറിയുകയായിരുന്നു. വീഴ്ചയിൽ സ്കൂട്ടറിൽ നിന്ന് പെട്രോൾ ചോർന്നിരുന്നു. വീണ സ്കൂട്ടർ നേരെയാക്കി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തീ ആളി പടരുകയായിരുന്നു. തീപിടുത്തത്തിൽ സാരമായി പൊള്ളലേറ്റ വിഷ്ണുവിനെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിലെത്തിച്ചത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. അപകട വിവരമറിഞ്ഞ് വിയ്യൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. 55% പൊള്ളലേറ്റ വിഷ്ണു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത്. ഹോട്ടലിലേക്ക് കാർ ഇടിച്ചു കയറി അപകടം. ഊരകം ശ്രീ വിനായക ഹോട്ടലിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. ബുധനാഴ്ച രാവിലെ 9:30ഓടെയായിരുന്നു അപകടം. ഹോട്ടലിലേക്കെത്തിയ കാർ നിയന്ത്രണം വിട്ട് ഹോട്ടലിന്റെ മുൻവശത്തെ ചില്ല് തകർത്ത് ഇടിച്ചു കയറുകയായിരുന്നു. മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്ന ഗ്യാസ് ഏജൻസി ജീവനക്കാരൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇയാളെ ഇടിച്ചിട്ടാണ് കാർ ഹോട്ടലിലേക്ക് ഇടിച്ചു കയറിയത്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ ചങ്ങാത്ത മുതലാളിത്ത നയങ്ങൾക്കെതിരെ CPI നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിയാരം പൂവത്തിങ്കൽ ജംഗ്ഷനിൽ കൂട്ടധർണ നടത്തി.
ധർണ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി MV ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി CV ജോഫി, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ഉഷ പരമേശ്വരൻ, AIYF ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV വിവേക് തുടങ്ങിയവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം TR ബാബുരാജ് സ്വാഗതവും പരിയാരം ലോക്കൽ സെക്രട്ടറി VM ടെൻസൻ നന്ദിയും പറഞ്ഞു. കല്ലേറ്റുങ്കര BVM ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന സാന്ത്വന ഭവനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കല്ലേറ്റുങ്കര പഞ്ഞപ്പിള്ളി കമ്മ്യൂണിറ്റി ഹാളിന് സമീപം നിർമ്മിക്കുന്ന സാന്ത്വന ഭവനത്തിന് തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് മാസ്റ്റർ തറക്കല്ലിട്ടു. സ്കൂൾ മാനേജർ വർഗീസ് പന്തലൂക്കാരൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ അബ്ദുൾ ഹമീദ് A, പഞ്ചായത്ത് അംഗം ഓമന ജോർജ്, ദി കാത്തലിക് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ആന്റോ K ദേവസി, PTA പ്രസിഡന്റ് KA ജോൺസൺ, സ്കൂൾ ലീഡർ കുമാരി ആൻലി ബിജു, സ്റ്റാഫ് സെക്രട്ടറി MA ഷൈന, കൺവീനർ റീനി റാഫേൽ എന്നിവർ സംസാരിച്ചു. വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ 7ാമത്തെ വീടാണ് നിർമ്മിച്ചു നൽകുന്നത്. വാസയോഗ്യമല്ലാത്ത വീട്ടിൽ കഴിയുന്ന വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. അധ്യാപകരിൽ നിന്നും സുമനസുകളിൽ നിന്നും പണം സ്വരൂപിച്ചാണ് ഇത്തരത്തിൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ സാന്ത്വന ഭവനങ്ങൾ ഒരുക്കുന്നത്. ചടങ്ങിൽ വിദ്യാർത്ഥി പ്രതിനിധികൾ, സാന്ത്വന ഭവനത്തിനായി സ്കൂളിനൊപ്പം സഹകരിക്കുന്ന അഭ്യുദയകാംക്ഷികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. അങ്ങനെ ഇതിനകം 6 വീടുകൾ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു. 6 വീടുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൊടുത്തു. അവർക്ക് വളരെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. കോവിഡ് കാലത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. കോവിഡിനന്തരം നമുക്ക് ആ പരിപാടി മുന്നോട്ട് പോകാൻ പല രീതിയിലുള്ള പ്രയാസങ്ങളുണ്ടായി. ഏതായിരുന്നാലും വീണ്ടും നമ്മളത് ആരംഭിച്ചിരിക്കുകയാണ്. ഇത് 7ാമത്തെ സാന്ത്വന ഭവനമാണ്. ഇതിന് സഹകാരികളായിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് പ്രധാനമായിട്ടും. അതുപോലെ നമ്മുടെ ഈ പ്രദേശത്തുള്ള സാമ്പത്തികമായിട്ടല്ലാതെ തന്നെ പാർട്ടിയുമായി ബൈസ് ചെയ്ത് സുനിലിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യുകയുണ്ടായി. ചാലക്കുടിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ കോട്ട താണിപ്പാറയിലെ ജനങ്ങൾക്ക് കൃഷിക്കും കുടിവെള്ളത്തിനും ഏറെ പ്രയോജനപ്പെടുന്ന താണിപ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ നാടിന് സമർപ്പിച്ചു. 1-ാം വാർഡിൽ 5 ഏക്കറോളം വരുന്ന പാറമടയിൽ നിന്നാണ് പദ്ധതിക്ക് വേണ്ട വെള്ളം പമ്പിംഗ് നടത്തുന്നത്. 2022-23 വാർഷിക പദ്ധതിയിൽ വകയിരുത്തി 17 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കിയത്. പമ്പ് ഹൌസ്, മോട്ടോർ സ്ഥാപിക്കുന്നതിനുള്ള ക്യാബിൻ എന്നിവയാണ് ആദ്യഘട്ടം പൂർത്തിയാക്കി പമ്പിംഗ് ആരംഭിച്ചത്. നേരത്തെ പാറമടയിലെ വെള്ളം സംഭരിക്കുന്നതിനുള്ള കോൺക്രീറ്റ് തടയണ നിർമ്മിക്കുന്നതിന് 20 ലക്ഷം രൂപയിലേറെ ചെലവഴിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് സനീഷ് കുമാർ ജോസഫ് 20 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. ചെയർമാൻ AB ജോർജ് അധ്യക്ഷത വഹിച്ചു. അദ്ദേഹത്തിന്റെ ഭാവനയിലുണ്ടായിരുന്ന ഭൂമി ഡൈവേഷൻ സ്കീം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ചാലക്കുടിയും സമീപ പ്രദേശങ്ങളുമൊക്കെ വലിയ രീതിയിൽ വളർച്ചയെ നേരിടേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കുറേയൊക്കെ ഹരിതാഭമായിട്ട് നമ്മുടെ നാട് നിൽക്കുന്നത് അതുപോലെയുള്ള ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാര് നമ്മുടെ നാടിന് ചെയ്ത വലിയ സംഭാവനകൾ കൊണ്ടാണ്. ജില്ലാ വ്യവസായ കേന്ദ്രം തൃശൂർ, മുകുന്ദപുരം താലൂക്ക് വ്യവസായ ഓഫീസ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ അധ്യക്ഷത വഹിച്ചു. ഫുഡ് അനലിസ്റ്റ്, ടെക്നിക്കൽ അസിസ്റ്റന്റ് PS സുമേഷ് ഭക്ഷ്യസുരക്ഷാ നിയമങ്ങളും ചട്ടങ്ങളും സർക്കാർ പദ്ധതികളും സേവനങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നയിച്ചു. വ്യവസായ സംരംഭങ്ങൾ നാടിന്റെ സമ്പദ്ഘടനയ്ക്ക് ഗണ്യമായ സംഭാവന നൽകുന്നത് കണക്കിലെടുത്ത് ഈ മേഖലയുടെ ഉന്നമനത്തിനും പ്രോത്സാഹനത്തിനുമായി കേരള സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ വ്യവസായ വാണിജ്യ വകുപ്പ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കായി ഊർജിത വ്യവസായവൽക്കരണ പരിപാടികൾ നടപ്പിലാക്കി വരുന്നതിന്റെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്.
അർപ്പണബോധവും പ്രാവീണ്യവുമുള്ള നവസംരംഭകരെ കണ്ടെത്തി മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനവും നൽകുകയാണ് ശില്പശാലയുടെ ഉദ്ദേശം. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജേക്കബ് പി കെ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രവീന്ദ്രൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആന്റണി സി വി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ലീന ഡേവിസ്, ബാഹുലേയൻ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. മുകുന്ദപുരം ഉപജില്ലാ വ്യവസായ ഓഫീസർ സുനിത പി വി സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ മിനി ഇ നന്ദിയും പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കൊടകരയിൽ പ്രകടനവും ധർണയും നടത്തി. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, മെഡിസെപ് ഇൻഷുറൻസ് പദ്ധതിയിലെ അപാകത പരിഹരിക്കുക, പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക, വർഷങ്ങളായി കുടിശ്ശികയുള്ള ക്ഷാമാശ്വാസം അനുവദിക്കുക, സംസ്ഥാനത്തോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. മേൽപ്പാലം ജംഗ്ഷനിൽ നടത്തിയ ധർണ KSSPU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AP ജോസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷനായി. KV രാമകൃഷ്ണൻ, TA വേലായുധൻ, K സദാനന്ദൻ, KI പുരുഷോത്തമൻ, PV പത്മനാഭൻ, KK ഭാരതി, K സുകുമാരൻ, MK ശാന്താകുമാരി, MG തോമസ്, AV ജോൺസൺ, PV ദേവസി തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റ് ഉത്തരവല്ലേ നടപ്പാകുമെന്ന പ്രതീക്ഷയിൽ നമ്മളൊക്കെ കാത്തിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അതിൻ്റെ അവസാന നാളുകളിൽ വീണ്ടും ഒരു ഉത്തരവ് മന്ത്രി ധനകാര്യമന്ത്രി നിയമസഭയിൽ പ്രസ്താവിച്ചതിന് ഉപോത്ബലകമായ ഉത്തരവും. വൈദ്യുതി ചാർജ് അന്യായമായി വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെ കോടശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റിച്ചിറയിൽ യൂത്ത് കോൺഗ്രസും നാഷണൽ കോൺഗ്രസും പന്തം കത്തിച്ച് പ്രകടനം നടത്തി. സമാപന ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഭിജിത്ത് ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥികളായി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജോഫിൻ ഫ്രാൻസിസ്, കോടശ്ശേരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MO ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. പൂക്കോട് ഭഗവതിക്കാവ് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൃക്കാർത്തിക മഹോത്സവം 2024 ഡിസംബർ 13 വെള്ളിയാഴ്ച ആഘോഷിക്കും. സാക്ഷാൽ പരാശക്തി സ്വരൂപിണിയായ ഭദ്രകാളി തൃക്കാർത്തിക നാൾ എല്ലാ ആഘോഷങ്ങൾക്കും സാക്ഷിയായ തന്റെ 3 പാദുർഭാഗങ്ങളിൽ ശ്രീ സരസ്വതിയായും ശ്രീ മഹാലക്ഷ്മിയായും ശ്രീ മഹാകാളിയായും ഭക്തർക്ക് ദർശനം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നാടിന്റെ ഐശ്വര്യ ദേവതയായ പൂക്കോട് ഭഗവതി കാവിലമ്മയുടെ തിരുസന്നിധിയിൽ നടക്കുന്ന തൃക്കാർത്തിക മഹോത്സവമാണ് 2024 ഡിസംബർ 13 വെള്ളിയാഴ്ച ആഘോഷിക്കുന്നത്. അന്നേ ദിവസം പ്രധാന വഴിപാടായ മഹാഭഗവത് സേവ ഉണ്ടായിരിക്കുന്നതാണ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ SMS റോഡിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 80 ലക്ഷം രൂപ അനുവദിച്ചാണ് നിർമ്മാണം. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. 2022-23 സാമ്പത്തിക വർഷത്തെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് തുക അനുവദിച്ചിരുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം കപിൽ രാജ്, മോഹനൻ തൊഴുക്കാട്ട് എന്നിവർ സംസാരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് അട്ടിമറി വിജയം. UDF സ്ഥാനാർത്ഥി P വിനു 115 വോട്ട് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. LDF-ന്റെ സിറ്റിംഗ് സീറ്റാണ് UDF പിടിച്ചെടുത്തത്. ഇതോടെ പഞ്ചായത്ത് ഭരണം LDF-ന് നഷ്ടമായേക്കാം. പോൾ ചെയ്ത 1107 വോട്ടിൽ UDF 525, LDF 410, NDA 172 വോട്ട് നേടി. കഴിഞ്ഞ തവണ LDF 260 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി വിജയിച്ച വാർഡാണിത്. 14-അംഗ ഭരണസമിതിയിൽ UDF 6, LDF 5, NDA 3 എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ കക്ഷിനില. വാർഡ് മെമ്പറായിരുന്ന KB ഷൺമുഖന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതന്നെ അതെ
മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ സഹകരണ മന്ത്രിയുമായിരുന്ന CN ബാലകൃഷ്ണന്റെ 6ാം ചരമവാർഷികം CN സ്മൃതിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. അനുസ്മരണ സമ്മേളനം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. CNന്റെ ഭാര്യ തങ്കമണി ടീച്ചർ, ജോസഫ് ചാലിശ്ശേരി, A സേതുമാധവൻ, മകൾ CB ഗീത, KP രാധാകൃഷ്ണൻ, സന്തോഷ് കോലടി, V സുരേഷ് കുമാർ, NR രാധാകൃഷ്ണൻ, തൊമ്മി പിടിയത്ത്, ലിജോ ജോസഫ്, അജോ ജോൺ, ബിജു കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം 80 രൂപ കൂടി ഗ്രാമിന് 7285 രൂപ, പവന് 58,280 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയന്ത്രണം തെറ്റിയ പിക്കപ്പ് വാഹനം മതിലിലിടിച്ച് മറിഞ്ഞു. അതിഥി തൊഴിലാളി മരിച്ചു. സ്കൂട്ടറിന് തീപിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഹോട്ടലിലേക്ക് കാർ ഇടിച്ചു കയറി അപകടം. ഊരകം ശ്രീ വിനായക ഹോട്ടലിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. CPI ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിയാരം പൂവത്തിങ്കൽ ജംഗ്ഷനിൽ കൂട്ടധർണ നടത്തി. കല്ലേറ്റിങ്കര BVM ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന സാന്ത്വന ഭവനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ചാലക്കുടിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ പോട്ട താണിപ്പാറയിലെ ലിഫ്റ്റ് ഇറിഗേഷൻ നാടിന് സമർപ്പിച്ചു. ചാലക്കുടിയിൽ സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കൊടകരയിൽ പ്രകടനവും ധർണയും നടത്തി. കുറ്റിച്ചിറയിൽ യൂത്ത് കോൺഗ്രസും നാഷണൽ കോൺഗ്രസും പന്തം കത്തിച്ച് പ്രകടനം നടത്തി. പൂക്കോട് ഭഗവതികാവ് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൃക്കാർത്തിക മഹോത്സവം 2024 ഡിസംബർ 13 വെള്ളിയാഴ്ച ആഘോഷിക്കും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.